PT5 എന്ന് പറയുന്ന ആന കഴിഞ്ഞ 20 ദിവസമായി വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ്. അതിന് പ്രത്യേക കാരണം ആനക്ക് കാഴ്ചക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നും അത് കണ്ണിനുള്ള അസുഖം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന ഒരു നിഗമനത്തിലാണ് ഈ നിരീക്ഷണം തുടങ്ങിയത്. സാധാരണഗതി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് ഫലപ്രദമായി ചികിത്സ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതിന് പ്രധാന കാരണം അതിനെ പിടികൂടുക എന്ന കാര്യം. അപ്പോൾ ഇന്ന് കുറേ ദിവസം നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു, അത്യാവശ്യം ചികിത്സയൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതുപോരാ, പൂർണ്ണ രൂപത്തിലുള്ള ചികിത്സ വേണമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് എത്തിച്ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ പ്രത്യേക നിരീക്ഷണം നടത്താൻ ഉള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി മൃഗ ഡോക്ടർമാർ, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അരുൺ സക്കറിയും ഡോക്ടർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമാണ് വരുന്നത്. അപ്പോൾ ഇനിയത് ചെയ്യാനുള്ളത് ഈ ടീം വന്ന് നിരീക്ഷിച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ അതിനെ പിടികൂടാൻ കഴിയുമെങ്കിൽ അങ്ങനെ പിടികൂടി, അതല്ലെങ്കിൽ മയക്കുപിടി വെച്ച് പിടികൂടി ചികിത്സ, ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ആ ആനയെ രക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അതിൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷമല്ലേ, ഡോക്ടർമാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് ചികിത്സിക്കുക എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത്. അത് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് നല്ല ചികിത്സ കൊടുക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ആ ആനയെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ നടപടികളെല്ലാം, സാധ്യമായ എല്ലാ നടപടികളും വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയാണ് അതിനുള്ള മാർഗം. അത് ചെയ്തു വരുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ വിദഗ്ധ മേൽനോട്ടത്തിൽ, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ നല്ല ചികിത്സ നൽകി പൂർണ്ണ ആരോഗ്യവാനായി ആനയെ കൊണ്ടുവരണമെന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. നാളെ തന്നെ അതിനെ മയക്കുപിടി വയ്ക്കുക അങ്ങനെ അല്ലാതെ അതിൻ്റെ, പക്ഷേ ഇതിനെല്ലാം ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ ചെയ്യുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും വനം ആസ്ഥാനത്ത് നിന്ന് ഇവിടെ DFO ലെവലിലുള്ള ഓഫീസിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഏതാണോ വേണ്ടത് അത് ആ ഘട്ടത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഉത്തരവുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്.